الحمد لله العزيز الحكيم الكريم المعبود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا صدق الله العلي العظيم. പ്രിയ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശരിയായ സ്വഭാവത്തിൽ പാലിച്ച് സജ്ജനങ്ങളായി ജീവിതം നയിച്ച് സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഈ റമദാനിനെ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ മധ്യഭാഗമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഈ നാളുകളെക്കുറിച്ച് ഔസതുഹു മഗ്ഫിറത്തുൻ, ഈ നാളുകൾ അല്ലാഹുവിങ്കൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കുന്ന, അല്ലാഹുവിനോട് നാം ഓരോരുത്തരും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഓർത്തും ആലോചിച്ചും കണക്കാക്കിയും ഇസ്തിഗ്ഫാർ തേടേണ്ട ഒരു സന്ദർഭമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ആജ്ഞ അനുസരിച്ച് ഇസ്തിഗ്ഫാറിന് വേണ്ടി, അള്ളാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി ഈ നാളുകൾ ഉപയോഗപ്പെടുത്തുന്ന
യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്നതും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക എന്നതും സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനെ ഭയക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്കറിയില്ല, എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന കൃത്യമായ ഒരു ധാരണ, ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ശക്തിപ്പെടുമ്പോഴാണ് മനുഷ്യനെന്ന അർത്ഥത്തിൽ നാം ഒരുപാട് പോരായ്മകളുള്ളവരാണ്, പിഴവുകളുള്ളവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ് എന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ നിർബന്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അള്ളാഹുവിനോട് അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുക. മഹാനായ ആമിർ ബിൻ അബ്ദുള്ള റഹ്മത്തുള്ളാഹി അലൈഹിയോട് നട്ടുച്ച നേരം ദാഹിച്ചു വലഞ്ഞ് താങ്കളെപ്പോലെയുള്ള ഒരാൾ, പ്രായാധിക്യമുള്ള ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്തിനാണ്? ഉറക്കമൊഴിവാക്കി താങ്കളെപ്പോലെ പ്രായാധിക്യമുള്ള ഒരു മനുഷ്യൻ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അസ്ഹബ ഹർറുൻ നാറിൻ നൗമ, നരകത്തിൻ്റെ ചൂട്, നരകത്തീയെക്കുറിച്ചാലോചിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഭയാനകമായ ചൂട്, നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത അതിൻ്റെ കാഠിന്യം ഉറക്കത്തെ എന്നിൽ നിന്നും ആട്ടി അകറ്റിയിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനും ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പോരായ്മകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാലോചിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ആലോചിക്കുമ്പോഴാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സന്മാർഗമായി അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഭയക്കേണ്ടവനാണവൻ. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് കരയേണ്ടവനാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും നിഅമത്തുമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സർവ്വാരാധനകളും എൻ്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും ചിലപ്പോൾ പാഴായിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം സമയത്തെയും ജീവിതത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെയും അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടി, ഓർമ്മിക്കാൻ വേണ്ടി അവൻ ചെലവഴിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചില ആളുകളെ കുറിച്ച്, വിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ വചനങ്ങൾ കേട്ടതിന് ശേഷവും ആ ആയത്തുകളെ കുറിച്ച്, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു തന്ന സന്ദേശങ്ങളെ കുറിച്ച് ആലോചിക്കാതിരിക്കുന്നവരെ കുറിച്ച് ചോദിക്കുന്നത് അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മനുഷ്യന്റെ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള പരിണാമങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കേൾക്കാതെ അതൊന്നും ഉൾക്കൊള്ളാതെ ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അത്ഭുതം കൂറുകയാണോ നിങ്ങൾ? വതലഹകൂന വലാ തബ്കൂൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കെ നമ്മുടെ ജീവിതത്തിന്റെ മറ്റനേകം രംഗങ്ങളിൽ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ട് ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ നിങ്ങൾ? വഅൻതും സാമിദൂൻ. പാട്ട് കേട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഒരു പാട്ട് കേൾക്കുന്ന മാതിരി ഉൾക്കൊണ്ടിട്ട് അതിനെ ഒരു ഗാനമാക്കി തള്ളിക്കളയുകയാണോ എന്ന് ഈ ആയത്തിന് ചില ആളുകൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിനെ അശ്രദ്ധമായി അവഗണിക്കുകയാണോ എന്നും ചില ആളുകൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. വഅൻതും സാമിദൂൻ. നിങ്ങൾ അശ്രദ്ധയിൽ കളിതമാശകളിലും വിനോദങ്ങളിലും മുഴുകിക്കൊണ്ട് അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുകയാണോ? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഫസ്ജുദൂ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവാത്മനാ വിധേയനായി നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങുക. വഅബ്ദൂ. അവന് മാത്രം അടിമത്തം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവന് മാത്രം വിധേയമായിക്കൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ഇതുപോലെയുള്ള വാക്കുകൾ കൂടുതൽ അനുസ്മരിക്കേണ്ട, കൂടുതൽ ചിന്തിക്കേണ്ട സന്ദർഭമാണ് ഈ സന്ദർഭം. കാരണം അല്ലാഹുവിന്റെ റസൂൽ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ മഗ്ഫിറത്ത്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബദ്ധങ്ങളും തെറ്റുകളും പാപങ്ങളും ചെയ്ത മനുഷ്യന് പൊറുത്തു തരാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കവി ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, തർജുൻ നജാത വലം തുസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നു, പക്ഷേ വിജയിക്കാൻ ആവശ്യമായ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കവി ഉപമിക്കുകയാണ്. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസ്. മരുഭൂമിയിലൂടെ കപ്പൽ സഞ്ചരിക്കുകയില്ല. കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. അതുപോലെ വിജയിക്കണമെങ്കിൽ വിജയത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പാതയിൽ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നരകത്തിന്റെ മാർഗം വിട്ടകന്നുകൊണ്ട് സ്വർഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ അർത്ഥത്തിലുള്ള ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതോടൊപ്പം തന്നെ ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കാൻ ഉതകുന്ന മാർഗത്തിൽ പ്രവേശിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു മാർഗത്തിൽ ഒരു വിശ്വാസിക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ, കഴിഞ്ഞ ഖുതുബയിൽ നോമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നോമ്പ് ഫലപ്രദമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു ഭാഗത്ത്, അതേ അവസരം നമ്മുടെ അമലുകൾ സ്വോദ്ദേശപൂർവമല്ല നിർവഹിച്ചതെങ്കിൽ അമലുകൾ നിഫാഖിന്റെയോ അതുപോലെ തന്നെ ഷിർക്കിന്റേതോ ആയ അംശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധ്വാനം വൃഥാവിലായി പോകും, അത് പാഴായി പോകുമെന്ന ഒരു ഭയം മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുകൊണ്ട് അല്ലാഹുവിനോട് താണുകീണ് പ്രാർത്ഥിക്കാൻ, മഗ്ഫിറത്ത് തേടാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനോടുള്ള മഗ്ഫിറത്ത് തേടുക എന്ന് സൂചിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞുകൊണ്ട് മഗ്ഫിറത്ത് തേടുക എന്നത് സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയക്കുന്നതിനെ കുറിച്ച് നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച്. നമുക്കറിയാവുന്ന 5 ഇസ്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു.
ഈമാനിനെ കുറിച്ച് ചോദിക്കുന്നു. നമുക്കറിയാവുന്ന 6 ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലിന്റെ മറുപടി അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ കച്ചവടം ചെയ്യുമ്പോൾ അല്ലാഹു നിന്റെ അടുത്ത്, നീ നമസ്കരിക്കുമ്പോൾ അല്ലാഹു നിന്റെ സമീപം, നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു നിന്റെ അടുത്ത സീറ്റിൽ, നീ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടുകാരോട് കുടുംബ ബന്ധുമിത്രാദികളോട് ഇടപെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ. അങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ എത്രത്തോളം കരുതി ജീവിക്കുമോ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കരുതി ജീവിക്കുക. ഇങ്ങനെ ജീവിക്കലാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഒരാളോട് റാഖിബില്ല, നീ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിനെ നിന്റെ ജീവിതത്തിൽ നീ ഒരു കാവൽക്കാരനായി നിശ്ചയിക്കണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിനെ എങ്ങനെയാണ് ഞാൻ കാവൽക്കാരനാക്കുക? അദ്ദേഹത്തിന്റെ മറുപടി കുൻ അബദൻ കഅന്നക തറാഹുല്ലാഹ അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിന്റെ മുമ്പിൽ നീ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്ന ബോധത്തോടുകൂടി ജീവിക്കലാണ് റാഖിബില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങളുടെ ജീവിതത്തിന് കാവലിരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിനെ ഈ സ്വഭാവത്തിൽ ജീവിതത്തിന് കാവലിരുത്തുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു കാവൽക്കാരനെ പോലെ നമ്മുടെ ജീവിതത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു തോന്നലോടൊരു മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയമുണ്ടാകുക. ഒന്നാമതായി. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഭയമുണ്ടാകുക തന്റെ ജീവിതത്തിൽ ഭയത്തിന് കാരണമായി തീരുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ബോധം. ഭയത്തിന് കാരണമായി തീരുക നാളെ അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കുമെന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലൂടെ ശിക്ഷയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ ഇന്ന ലദൈനാ അൻകാലം വജഹീമ വതആമൻ ദാ ഹുസ്സത്തിൻ വഅദാബൻ അലീമ. തീർച്ചയായും നമ്മുടെ മുമ്പിൽ, നമ്മുടെ പക്കൽ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊണ്ടയിൽ കുരുങ്ങിപ്പോകുന്ന നിങ്ങളുടെ തൊണ്ട പോലും പിളർത്ത് കളയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വഅദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്തപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബോധരഹിതനായി നിലംപതിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇന്നലദൈന അൻകാലം വജഹീമം വതആമൻ ദാ ഹുസ്സത്തിൻ വഅദാബൻ അലീമ എന്ന ഒരു ആയത്ത് കേൾക്കേണ്ട താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകൻ, അതുപോലെ തന്നെ മഅ്സൂമെന്ന് പാപസുരക്ഷിതനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരിക്കുന്ന പ്രവാചകൻ, അങ്ങനെയുള്ളൊരു പ്രവാചകനാണ് ബോധരഹിതനായി നിലംപതിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥയോ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് ഭയമുണ്ടാവുക. നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുണ്ടോ? നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ പല സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാകാം. ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരാൾക്ക് പാപമോചനം തേടാൻ തോന്നുക. അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ നിറവേറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഇസ്ലാമിലെ ഇബാദത്തുകളായി വിശേഷിപ്പിച്ചു തന്നിരിക്കുന്ന നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ യഥാവിധി നിർവഹിച്ചില്ല. മാതാപിതാക്കളോടുള്ള, അയൽവാസികളോടുള്ള, സമൂഹത്തിലെ ഇതര അംഗങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിച്ചില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ അന്യായമായി കവർന്നെടുത്തുകൊണ്ട് സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു.
പല ആളുകളെയും ചീത്ത വിളിക്കുകയും ശകാരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുമ്പോഴാണ് അള്ളാഹുവേ, നിന്റെ കൃപയില്ലായിരുന്നുവെങ്കിൽ, നിന്റെ കാരുണ്യമില്ല എങ്കിൽ ഞാൻ നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭയം ഒരു മനുഷ്യനുണ്ടാവുക. അങ്ങനെ നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള പ്രവർത്തികൾ തന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്, അതിന് കാരണമായി തീരുന്ന പ്രവർത്തികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് രണ്ടാമതായി ഭയമുണ്ടാവുക. അങ്ങനെ ഭയമുള്ള ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഹുദം വറഹ്മതൻ ലില്ലദീന ഹും ബിറബ്ബിഹിം യർഹബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ഭയന്ന് ജീവിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് സൂചിപ്പിച്ചത്. റളിയല്ലാഹു അൻഹു വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. നാളെ അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ കുറിച്ച് സംതൃപ്തനാവും. അവരാകട്ടെ അല്ലാഹുവിൽ പൂർണ്ണമായും സംതൃപ്തരായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംതൃപ്തരാകുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത ലിമൻ ഖശിയ റബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയന്നവരാണ് അങ്ങനെ സംതൃപ്തരാവുക. അല്ലാഹു തന്നെ പറയുന്നു, വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ എന്നെ ഭയക്കണം. നിങ്ങൾ എന്നെ ഭയക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചുണ്ടാകുമ്പോഴാണ്. ഒരു സിംഹത്തെ കാണുമ്പോൾ സിംഹം ഒരു ഭീകര സത്വമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഭയമല്ല അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. മറിച്ചൊരു മനുഷ്യൻ സ്വന്തം പ്രവൃത്തികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ പ്രവൃത്തിയുടെ മുമ്പിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഒരു ചിന്ത ഒരു മനുഷ്യനെ പിടികൂടുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ ഭയക്കുന്നവനാകുന്നത്. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ ഈ സ്വഭാവത്തിൽ എന്നെ ഭയക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടും. അങ്ങനെ ഹാജരാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഭയക്കുന്ന ആളുകൾക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഹാജരാക്കപ്പെടുമെന്നും അങ്ങനെ ഹാജരാക്കപ്പെട്ടുകൊണ്ട്, എടോ മനുഷ്യ, നീ എവിടെയാണ് ജീവിച്ചത്? ഏത് നാട്ടിൽ? ഇന്ത്യയിൽ, കേരളത്തിൽ ഏത് ഗ്രാമത്തിൽ നീ ജീവിച്ചു? നീ എങ്ങനെ സമ്പാദിച്ചു? നീ എങ്ങനെ സംസാരിച്ചു? നീ നിന്റെ കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ശരീരത്തിലുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന അവയവങ്ങൾ എന്ന് നീ ധരിക്കുന്ന നിന്റെ ഈ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അവയവങ്ങളെ നീ പിശാചിന്റെ സൈന്യങ്ങളെ പോലെയാണോ ഉപയോഗിച്ചത്? പൈശാചികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ നീ എങ്ങനെയാണ് സമ്പാദിച്ചത്? നീ എങ്ങനെ സമ്പാദിച്ചു? നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു? നിന്റെ സമയം എങ്ങനെ ചെലവഴിച്ചു? ഒഴിവ് സമയം എങ്ങനെ ചെലവഴിച്ചു? കുറെ വിനോദങ്ങളും കളിതമാശകളും മിമിക്രികളും കോപ്രായങ്ങളും ഒക്കെ കണ്ട് ചിരിച്ച് രസിക്കാൻ മാത്രമാണോ? അതല്ല ഈ ദീനിന്റെ മാർഗത്തിൽ നീ അരനിമിഷം ചെലവഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ മുമ്പിൽ ഹാജരാക്കപ്പെടേണ്ടി വരുമെന്നാലോചിച്ച് അള്ളാഹുവിനെ ഭയക്കുന്നവൻ, അങ്ങനെയുള്ളവർക്ക് ജന്നത്താൻ, 2 ആരാമങ്ങളുണ്ട്, 2 ഉദ്യാനങ്ങളുണ്ട് നാളെ പാരത്രിക ജീവിതത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്, വഇസ്സതി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈനി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞാനൊരു അടിമയുടെ മേൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ 2 തരം ഭയം ഒരുമിച്ച് സമ്മേളിപ്പിക്കുകയില്ല. ദുനിയാവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഒരേ സമയം ഒരു അടിമയുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ദുനിയാവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഒരേ സമയം ഒരു മനുഷ്യന്റെ തന്റെ അടിമയുടെ ഹൃദയത്തിൽ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല. വല അജ്മഉ ലഹു അംനൈനി, 2 തരം പ്രതീക്ഷകൾ. ദുനിയാവിൽ വമ്പിച്ച വിജയം, അങ്ങനെ ദുനിയാവിലെ രാജാക്കന്മാരാകാൻ പറ്റും ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് സ്വർഗത്തിലും രാജാക്കന്മാരാകാൻ പറ്റുമെന്ന 2 തരം പ്രതീക്ഷ. ദുനിയാവിലുള്ള പ്രതീക്ഷ, പാരത്രിക ജീവിതത്തിലുള്ള പ്രതീക്ഷ. ഈ 2 പ്രതീക്ഷയും ഒരേ അവസരം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ അമിനനി ഫി ദുനിയ അഖഫ്തുഹു യൗമൽ ഖിയാമ,
ആരെങ്കിലും ഫഇൻ അമിനനി ഫിദ് ദുനിയ അഖഫ്തുഹു യൗമൽ ഖിയാമ വഇൻ ഖാഫനി ഫിദ് ദുനിയ അമൻതുഹു യൗമൽ ഖിയാമ. ഫഇൻ അമിനനി ഫിദ് ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ എന്നെക്കുറിച്ച് നിർഭയനായാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുകയില്ല, ഞാനെല്ലാം തികഞ്ഞവൻ എന്ന ചിന്തയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീ എന്നെ സ്പർശിക്കുകയില്ല. ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ. ബനൂ ഇസ്രായേൽ സമുദായത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി. അവരുടെ വാദം അപ്രകാരമായിരുന്നു, ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല. കാരണം എന്താ? ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനവിഭാഗങ്ങളാണ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ജനവിഭാഗങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മളും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ജനവിഭാഗങ്ങളാണ്. ഈ നാട്ടിലെ മറ്റു പല സമൂഹങ്ങളെയും അപേക്ഷിച്ച് നമ്മൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവർ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദം പിൻപറ്റുന്നവർ. അതുകൊണ്ട് ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല, എന്നെ നരകം സ്പർശിക്കില്ല. എന്നെ സ്പർശിക്കണമെങ്കിൽ എന്റെ അയൽവാസി ആദ്യം സ്പർശിക്കേണ്ടി വരും, കാരണം അവനേക്കാൾ ഞാൻ ഭേദമാണ് എന്ന ചിന്തയോടുകൂടി ആരെങ്കിലും ഫഇൻ അമിനനി ഫിദ് ദുനിയ അഖഫ്തുഹു യൗമൽ ഖിയാമ, ദുനിയാവിൽ ആരെങ്കിലും എന്നെക്കുറിച്ച് നിർഭയനായാൽ, എന്നെ ഭയക്കാതെ, നരകത്തെക്കുറിച്ച് ഭയക്കാതെ, അന്ത്യ ശിക്ഷയെക്കുറിച്ച് ഭയക്കാതെ, എന്നെ ഭയന്നുകൊണ്ടാണ് അവന്റെ ഇടപാടുകൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ വാക്ക്, അവന്റെ സംസാരം, അവന്റെ നോട്ടം, അവന്റെ ഇരുത്തം എല്ലാം നടക്കേണ്ടത് എന്ന് ചിന്തിക്കാതെ ആരെങ്കിലും ജീവിച്ചാൽ അഖഫ്തുഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഭയപ്പെടുത്തും. എന്നാൽ വഇൻ ഖാഫനി ഫിദ് ദുനിയ, ആരെങ്കിലും എന്നെ ദുനിയാവിൽ ഭയന്ന് ജീവിച്ചാൽ, അല്ലാഹുവേ നിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ താങ്കളും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോലും എന്റെ അമല് കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും ദുനിയാവിൽ എന്നെ ഭയന്ന് ജീവിച്ചാൽ, അള്ളാഹുവിനെ ഭയന്ന്, അള്ളാഹുവിന് വേണ്ടി എന്റെ ജീവിതം നാം ക്രമീകരിക്കണം, പിഴവുകൾ ഉണ്ടാവരുത് എന്ന ചിന്തയോടുകൂടി ആരെങ്കിലും ജീവിച്ചാൽ അമൻതുഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്ന് നിർഭയനാക്കും. അപ്പോ ഒരേ അവസരം ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിർഭയത്വവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, ഇതെപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, മൻ ഖാഫല്ലാഹ തആല ഖാഫഹു കുല്ലു ഷൈഇൻ, ആരെങ്കിലും അള്ളാഹുവിനെ ഭയന്നാൽ ലോകം മുഴുവനും അവനെ ഭയക്കും. ലോകം മുഴുവനും അവനെ ഭയക്കും. നമ്മളാരും ഭയക്കുന്നില്ല, കാരണം നമുക്ക് അള്ളാഹുവിനെ ഭയമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കൽ മഹാനായ ഇസ്ലാമിക സൈന്യത്തിന്റെ സേനാനായകൻ തന്റെ അനുചരന്മാരെ കുറിച്ച് ശത്രു സൈന്യത്തിന് അയച്ചു കൊടുത്തൊരു കത്തിലെ വചനം ഇതായിരുന്നു, ഞാനിതാ നിങ്ങളിലേക്ക് ഒരു സമൂഹത്തെ നിയോഗിക്കുന്നു. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സമൂഹത്തിന്റെ പ്രത്യേകത യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂന ഹയാത്ത്, നിങ്ങൾ ജീവിതത്തെ പ്രേമിക്കുന്നത് പോലെ മരണത്തെ പ്രേമിക്കുന്നവരാണവർ. മരണത്തെ അവർക്ക് ഭയമില്ല, അവർക്ക് ജീവിതത്തെ അവർക്ക് ഭയമില്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ പ്രേമിക്കുന്നത് പോലെ മരണത്തെ ഭയപ്പെടുന്നവരാണ് എന്ന് മഹാനായ ഇസ്ലാമിക സേനാനായകൻ വിശേഷിപ്പിച്ച ആ സൈന്യമായിരുന്നു ലോകം തന്നെ വെട്ടിപ്പിടിച്ചടക്കിയ റോമൻ സാമ്രാജ്യത്തെ അടർക്കളത്തിൽ പരാജയപ്പെടുത്തിയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. വിശുദ്ധ റമദാനിൽ, ഇതുപോലെയുള്ള റമദാനിൽ, ഒരു റമദാൻ 17-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിചേർന്ന 300-ൽ പരം വരുന്ന സഹാബാക്കൾ, 1000-ഓളം വരുന്ന നിഷേധികളെ ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ ദുനിയാവിനെ കുറിച്ചുള്ള ഭയം, ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം, നമുക്ക് ആ ഭയമാണ്. കച്ചവടം നഷ്ടപ്പെട്ടു വിടുപോകുന്ന ഭയം കാരണം പള്ളിയിൽ വരാൻ താമസം, അല്ലെങ്കിൽ നമ്മുടെ മക്കള് ഡോക്ടറും എഞ്ചിനീയറും ആകാതെ അവർക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു പോകുമെന്ന ഭയം കാരണം അവരോട് അള്ളാഹുവിന്റെ ഇത് വിശുദ്ധ റമദാൻ മാസമാണ്, അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അവനെ നിർബന്ധിക്കാൻ നമുക്ക് മടി. ഖുർആൻ പാരായണം ചെയ്യണം, അള്ളാഹുവിനെ ഓർമ്മിക്കണം, തറാവീഹ് നമസ്കരിക്കണം, പറ്റുമെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ അവന് വിദ്യാഭ്യാസത്തിൽ അവൻ തള്ളപ്പെട്ടു പോകും.
അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക പ്രബോധന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി മുസ്ലിം സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അണിചേർന്നു പോയാൽ അവര് നാളെ ഡോളറുകളും ദിർഹമുകളും നമുക്ക് ചുരത്തിത്തരികയില്ല എന്ന ഭയം. അതുകൊണ്ട് മകനെ, നീ ഏതായാലും ഇതിലൊന്നും പെട്ടുപോകണ്ട. കാരണം ഇതിൽ പെട്ടുപോയാൽ അവന്റെ സമയം പോകും, അവന്റെ വിദ്യാഭ്യാസം പോകും, അവന്റെ ശ്രദ്ധ പോകും. ഇങ്ങനെ ദുനിയാവിനെ കുറിച്ചുള്ള ഭയം, ദുനിയാവിനെ കുറിച്ച് ഈ സ്വഭാവത്തിൽ ഭയന്ന് ജീവിക്കുന്നവർക്ക് ചരിത്രം സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആരെങ്കിലും അള്ളാഹുവിനെ ഭയന്നാൽ ലോകം അവനെ ഭയക്കും. പിന്നെ ആർക്കും എല്ലാവരും അവനെ ഭയക്കും. അവൻ ആരെയും പേടിക്കുകയില്ല എന്നർത്ഥം. അള്ളാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മറ്റാരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല. അള്ളാഹുവിനെ മാത്രം ഭയന്ന് പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഒരു MLA-യുടെയോ വീട്ടുപടിക്കൽ കാവൽ നിൽക്കേണ്ടി വരില്ല. യാചിച്ചുകൊണ്ട് അഡ്മിഷന് വേണ്ടി കാവൽ നിൽക്കേണ്ടി വരികയില്ല എന്നർത്ഥം. അള്ളാഹുവിനെ മാത്രം ഭയക്കുന്ന ഒരു മനുഷ്യൻ എന്റെ കച്ചവടം ഇന്നയാൾ വിചാരിച്ചിട്ടില്ല എങ്കിൽ പൊളിഞ്ഞു പോകുമെന്ന് കരുതി അയാളോടൊരു വാസിത്ത, ഒരു ഇടപാടിൽ സഹായിക്കാൻ വേണ്ടി ഒരു മധ്യവർത്തിയെയും കൂട്ടി അയാളെ സമീപിക്കേണ്ടി വരികയില്ല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹു റസൂൽ പറയുകയാണ്, എന്നാൽ വമൻ ഖാഫ ഗൈറല്ലാഹ്, അള്ളാഹുവിനെ എല്ലാറ്റതിനെ ആരെങ്കിലും ഭയന്നാൽ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനേക്കാൾ നിങ്ങളുടെ കച്ചവടത്തെ സ്നേഹിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ കൃഷിയിടത്തെ സ്നേഹിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കുകയാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നഷ്ടകാരികളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനെ അല്ലാത്ത മറ്റാരെയെങ്കിലും ഭയന്നാൽ ഖൗവഫഹുല്ലാഹു മിൻ കുല്ലി ഷൈഇൻ, ലോകത്തെ ഭയന്നിട്ട് അവൻ ജീവിക്കുക. അല്ലാഹുവിനെ അല്ലാതെ മറ്റേതെങ്കിലും ഒന്നിനെ, അത് പരീക്ഷയാണെങ്കിലും ഉദ്യോഗമാണെങ്കിലും അല്ലെങ്കിൽ കച്ചവടമാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഭൗതിക ജീവിതത്തിലെ എണ്ണിപ്പറയാൻ സാധിക്കുന്ന നേട്ടങ്ങളെ ഭയന്നുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാറ്റിനെയും ഭയക്കേണ്ടി വരും. ആരിൽ നിന്നും അവൻ നിർഭയനാവുകയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, മിസ്കീൻ ഇബ്നു ആദം, മനുഷ്യൻ മഹാപാവമാണ്, മഹാപോയത്തക്കാരനാണ് മനുഷ്യൻ. കാരണം ലൗ ഖാഫൻ നാര കമാ യഖാഫുൽ ഫഖ്റ ദഖലൽ ജന്ന, ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നത് പോലെ നരകത്തെ ഭയന്നിരുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷേ നമുക്കതിന് സാധിക്കുന്നില്ല. ദാരിദ്ര്യത്തെ നമ്മൾ ഭയക്കുന്നുണ്ട്, പക്ഷെ ദാരിദ്ര്യത്തെ ഭയക്കുന്നത് പോലെ ലൗ ഖാഫൻ നാര കമാ യഖാഫുൽ ഫഖ്ർ ദഖലൽ ജന്ന, ദാരിദ്ര്യത്തെ ഭയക്കുന്നത് പോലെ ഒരു മനുഷ്യൻ നരകത്തെ ഭയന്നിരുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നു. മറ്റൊരിക്കൽ മഹാനായ സഹീൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലാ തജിദുൽ ഖൗഫ ഹത്താ തഅകുലൽ ഹലാൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക എന്ന് എങ്ങനെയാണ് തെളിയിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ ഹത്താ തഅകുലൽ ഹലാൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഹലാൽ മാത്രം തിന്നുക എന്നാണ്. അള്ളാഹുവിനെ ഭയക്കാത്തവൻ ഹറാമ് തിന്നാൻ സാധ്യതയുണ്ട്. ഹലാല് മാത്രം തിന്ന് ജീവിക്കുന്നത് വരെ നിങ്ങളാരും തന്നെ അള്ളാഹുവിനെ ഭയന്നവനാവുകയില്ല എന്ന് മഹാനായ സഹീൽ റഹിമഹുല്ലാഹി അലൈഹി സൂചിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാവുന്ന മൂന്നാമത്തെ കാരണം തന്റെ അന്ത്യം ചീത്തയായി പോകുമോ എന്ന ഒരാശങ്ക ഉണ്ടാകുമ്പോഴാണ്. സൂഉൽ ഖാത്തിമ, തന്റെ അന്ത്യജീവിതത്തെക്കുറിച്ച്, തന്റെ അന്ത്യനാളുകളെ കുറിച്ച്, അന്ത്യനാൾ ഏതെങ്കിലും അർത്ഥത്തിൽ ചീത്തയായി പോകുമോ എന്നൊരു ഭയം ഒരു മനുഷ്യനുണ്ടാവുക. അന്ത്യനാൾ ചീത്തയാകുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നാം ഈ വർഷത്തെ നോമ്പിൽ ജീവിക്കുമ്പോൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് നിഅമത്ത് കൊണ്ട് അനുഗ്രഹീതരാണ്. ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പ് നോക്കുന്നവരുണ്ട്, യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ബോംബുകളെയും വെടിക്കോപ്പുകളെയും ഭയന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ലാതെ ഒരു പള്ളിയിൽ വളരെ സുഖസുന്ദരമായി വന്നിരിക്കാനും എന്നിട്ട് നല്ല കാറ്റുകൊണ്ടിട്ട് ഇതുപോലെയുള്ള ഖുതുബകൾ കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. ഇത് മതിയാകാത്തത് കൊണ്ട് പള്ളികൾ മുഴുവനും തന്നെ ക്ലാസുകളും പ്രഭാഷണങ്ങളുമാണ്. ഏതായാലും അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമാവുമെങ്കിൽ നല്ല കാര്യം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ മഹാഭാഗ്യന്മാരാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ മാറാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ
ചില ആളുകളുടെ പ്രവൃത്തി കണ്ടാൽ അവർ സ്വർഗാവകാശിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അവർക്കും സ്വർഗത്തിനും ഇടയിൽ ഒരു ചാൺ ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പെട്ടെന്നാണ് അവർ തലതിരിയുക, എന്നിട്ട് അവർ അധർമ്മം ചെയ്യും, അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിക്കും. മറ്റു ചിലരോ അവരെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അവൻ ഫാസിഖാണ്, അധർമ്മിയാണ്, നരകത്തിൽ തന്നെയാണ് അവൻ പോകുന്നത് എന്ന്. പെട്ടെന്നൊരു ദിവസമായിരിക്കും നിരീശ്വരവാദം ഉപേക്ഷിച്ചുകൊണ്ട്, കള്ളുകുടി ഉപേക്ഷിച്ചുകൊണ്ട്, വ്യഭിചാരം ഉപേക്ഷിച്ചുകൊണ്ട്, തോന്നിയവാസങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ മുഅ്മിനുകളിൽ മുഅ്മിനുകളായ, മുത്തഖീങ്ങളിൽ മുത്തഖീങ്ങളായ ഒരു ജീവിതം നയിക്കാൻ മുന്നോട്ട് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ സ്വർഗത്തിലെത്തിപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മനുഷ്യന്റെ രണ്ടവസ്ഥകൾ: സജ്ജനങ്ങൾ ദുർമാർഗികളാകാനുള്ള സാധ്യത, ദുർമാർഗികൾ സജ്ജനങ്ങളാകാനുള്ള സാധ്യത. ഈ രണ്ട് സാധ്യതകൾക്കിടയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നേർമാർഗത്തിലാക്കിയതിനു ശേഷം അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ വ്യതിചലിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉത്ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ സിറാത്തിൽ മുസ്തഖീമായ നേരായ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉത്ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നതും ഇത്തരമൊരു കാരണത്താലാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി, മനുഷ്യ നീ ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിൽ മത്സരിക്കണം. നോമ്പൊരു അവസരമാണ്. 10 ദിവസം കഴിഞ്ഞു, 12 ദിവസം കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് ഒരു 17 18 ദിവസം മാത്രമാണ്. ഇബാദത്തുകൾ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. മത്സര ബുദ്ധിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ നമുക്ക് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 7 അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. ഈ 7 അവസ്ഥകൾക്ക് മുമ്പ് ബാദിറൂ ബിൽ അഅ്മാലി സബ്ആ, നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസാണ്. 7 കാര്യങ്ങൾ വന്നു കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളിൽ മത്സരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ എണ്ണുകയുണ്ടായി. അതിലൊന്ന് റസൂൽ പറഞ്ഞത് ദാരിദ്ര്യമാണ്. ഇന്ന് നമ്മൾ ഐശ്വര്യവാന്മാരാണ്. നമ്മുടെ കൂട്ടത്തിൽ മഹാഭൂരിഭാഗം ആളുകളും വലിയ പ്രയാസവും പ്രതിസന്ധികളും ഇല്ലാത്ത ആളാണ്. പെട്ടെന്നായിരിക്കും നാളെ നമുക്ക് ദാരിദ്ര്യമുണ്ടാവുക. അങ്ങനെ ദാരിദ്ര്യമുണ്ടായാൽ നമ്മുടെ അന്ത്യദിനം എന്താകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് നയിക്കും. മഹാനായ ഒരു സൂഫി പണ്ഡിതൻ പറയുകയുണ്ടായി, ദാരിദ്ര്യം ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ എന്നെയും കൂടെ കൂട്ടുക എന്ന് കുഫർ ദാരിദ്ര്യത്തോട് പറയും. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ കുഫറിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു കാരണമായി ദാരിദ്ര്യം മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നാളെ ദരിദ്രന്മാരായി മാറാനും, അങ്ങനെ ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന അത്ര അമലുകൾ ചെയ്യാൻ പറ്റാതെ പ്രയാസപ്പെടാനും സാധ്യതയുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അന്ത്യം ചീത്തയാകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരവസ്ഥ ഖിനൻ മുത്ഗിയൻ. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിയിടിപ്പിക്കാൻ സാധിക്കാത്ത സഹോദരന്മാരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, തൊഴിലന്വേഷിക്കുന്നവരുണ്ട്. ഒരുപാട് മുതലാളിമാരുടെ കീഴിൽ സെയിൽസ്മാനായിട്ടും തൊഴിലാളിയുമായിട്ടൊക്കെ ജീവിച്ചിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളെ നമ്മുടെ ഈ സദസ്സിലുണ്ട്. നമ്മൾ കരുതും നാളെ ഞാനൊരു മുതലാളിയാകാൻ സാധ്യതയുണ്ട്, നാളെ എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? അമലുകൾ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദര വിശ്വാസികളെ, നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. കാരണം നാളെ ഐശ്വര്യം വന്നാലും നിങ്ങൾ ചിലപ്പോഴേ കുഫറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനആ ബിജാനിബിഹി വഇദാ മസ്സഹു ശർറു കാന യഊസാ. ചില ആളുകളുണ്ട്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചാൽ വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനആ ബിജാനിബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അനുഗ്രഹിച്ചാലേ അവരെന്തായി പോകും? അവർ അല്ലാഹുവിനെ അവഗണിച്ചു കളയും, എന്നിട്ട് അഹങ്കരിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു കളയുമെന്ന് ചില ആളുകളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി.
ചില ആളുകൾക്ക് ഇപ്പോഴുള്ളതിനേക്കാളും നല്ലൊരവസ്ഥ അള്ളാഹു കൊടുത്താലേ അവർ ഭൂമിയിൽ ഭൂമിയിൽ അവർ ഫിത്നയും കുഴപ്പവും അതിക്രമവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ നാളെ നന്നാകാൻ സാധ്യതയുണ്ട് എന്നും, എന്നിട്ട് അള്ളാഹുവിനെ ഭയന്നാലും മതി എന്ന് നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല. കാരണം നമ്മുടെ അവസ്ഥ നന്നാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും മോശക്കാരനാകാനും അഹങ്കാരിയും താന്തോന്നിയും അതുപോലെ തന്നെ ഡംബൊക്കെയുള്ള ആരെയും അംഗീകരിക്കാത്ത ഒരു മനുഷ്യനായി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ഒരവസ്ഥ വന്നാലും നമുക്ക് സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറയുകയുണ്ടായി, മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റു ചില അവസ്ഥകളെ മറലും മുഫ്നിദ്, മനുഷ്യനെ ദുർബലനാക്കി മുഫ്സിദ്, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന രോഗം, അല്ലെങ്കിൽ ഹറമും മുഫ്നിദ്, അല്ലെങ്കിൽ മൗത്തും മുജ്ഹിസ്, രോഗവും വാർദ്ധക്യവും ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല. രോഗമുണ്ടാകാന് 65 വയസ്സാകണമെന്നില്ല. ഒരാളുടെ കിഡ്നിക്ക് അസുഖം വരാൻ, ഒരാൾക്ക് ക്യാൻസർ വരാൻ, ഒരാൾക്ക് മാരകമായ ഒട്ടനവധി രോഗങ്ങൾ, ചെറിയ രോഗങ്ങൾ എന്ന് കരുതുന്ന രോഗങ്ങൾ വരെ ഒരു മനുഷ്യന് ഒരു നട്ടെല്ല് വേദന ഉണ്ടായാൽ മതി, ഒരു സ്റ്റോണിന്റെ കംപ്ലൈന്റ് ഉണ്ടായാൽ മതി, മര്യാദക്ക് നമസ്കരിക്കാൻ സാധ്യമല്ല, ഇസ്തിഗ്ഫാർ തേടാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കാനോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, നരകത്തെ ഭയന്നുകൊണ്ട് കൂടുതൽ സമയം ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ള മറ്റ് രണ്ടവസ്ഥകളാണ് രോഗവും അതുപോലെ തന്നെ വാർദ്ധക്യവും. ഇതുപോലെയുള്ള വിഭിന്നങ്ങളായ അവസ്ഥകളിലൂടെ ഐശ്വര്യം വന്നാൽ ചിലപ്പോൾ നമുക്ക് അപകടമായിരിക്കാം, ദാരിദ്ര്യം വന്നാൽ അപകടമായിരിക്കാം, രോഗവും വാർദ്ധക്യവും വന്നാൽ അപകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മരണവും പല കോലത്തിൽ, പല രൂപത്തിൽ, മാരകമായ രോഗത്തിന്റെ രൂപത്തിൽ, ഭൂകമ്പത്തിന്റെ രൂപത്തിൽ, പ്രളയത്തിന്റെ രൂപത്തിൽ, അപകടങ്ങളുടെ രൂപത്തിൽ നമ്മളെ തേടി വരും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഭയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് പോലെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കാൻ സാധ്യമല്ല. അങ്ങനെ അന്ത്യം ഇന്നത്തേതിനേക്കാളും ചീത്തയാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടാവുക. എന്റെ അന്ത്യം ചീത്തയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇപ്പോഴുള്ള അവസ്ഥയിലും ഞാൻ അള്ളാഹുവിനെ ഭയന്നേ മതിയാകൂ എന്ന കൃത്യമായൊരു തീരുമാനത്തിൽ ഒരു മനുഷ്യനെത്തുക ഇത്തരമൊരു ഘട്ടത്തിലാണ്. ഇങ്ങനെ അന്ത്യം ചീത്തയാകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രോഗവും വാർദ്ധക്യവും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഐശ്വര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് കൂടി ഈ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്ത്യം ചീത്തയാകാൻ, അവസാനം ചീത്തയാകാൻ, ആദ്യത്തെക്കാൾ മോശമായ ഒരവസ്ഥ അന്ത്യഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. ഈ സ്വഭാവത്തിൽ അള്ളാഹുവിനെ ഭയക്കുമ്പോഴാണ്, ഈ 3 കാരണങ്ങളാൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാറിന്റെ അവസരമായ ഈ അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്നവരെ കുറിച്ച് കൂടി വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഫൽയൽഹഖൂ ഖലീലൻ വൽയബ്കൂ കസീറാ, നിങ്ങൾ അല്പം മാത്രം ചിരിക്കുക, കൂടുതൽ കരഞ്ഞുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥയതായിരിക്കും. അല്പം മാത്രമേ നമുക്ക് ചിരിക്കാൻ സാധിക്കൂ, അല്പം മാത്രമേ വിനോദത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ കരയാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി വേണ്ടി വരും. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, യബ്കൂന വയസീദുഹും ഖുശൂഅ, യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച്, നരകത്തെ കുറിച്ച് ആലോചിച്ച്, എന്റെ പരിണാമം എന്താണ് എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലല്ലോ, നാളെ എന്താണ് സംഭവിക്കുക എന്നെനിക്കറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ബേജാറായിട്ട് കരയുന്നവരായിരിക്കും എന്ന്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തി അധികരിപ്പിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിനെയും നരകത്തെയും തന്റെ അന്ത്യഘട്ടത്തെയും കുറിച്ച് ആലോചിച്ച് മനുഷ്യൻ കരയുകയാണ് എങ്കിൽ ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹി തആല
തആല. അല്ലാഹുവിനെ ഇങ്ങനെ ഭയന്നുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, മാ മിൻ ഖത്റത്തിൻ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഖത്റത്തി ദംഇൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് തുള്ളികളാണുള്ളത്. രണ്ട് തുള്ളികളാണ് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് തുള്ളികൾ. ഒന്ന് മനുഷ്യന്റെ കണ്ണീർ തുള്ളികൾ. അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഭയന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ പുറത്തു വരികയാണ് എങ്കിൽ അല്ലാഹുവിന് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട തുള്ളികൾ വേറെയില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ടാമത്തെ തുള്ളി അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോൾ, രക്തം ചിന്തുമ്പോൾ, സത്യവിശ്വാസി രക്തം പുറത്തു കളയുമ്പോൾ ആ രക്തമാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ടുള്ള കണ്ണീർ തുള്ളികൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത നാളിൽ അല്ലാഹു പ്രത്യേകമായി തണല് നൽകുന്ന 7 വിഭാഗങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സൂര്യൻ ഒരു ചാൺ മുകളിലായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ വിയർത്ത് ചൂട് സഹിക്കാൻ വയ്യാതെ ആരാണ് അല്ലാഹുവിനോട് ഞങ്ങളുടെ വിചാരണ എളുപ്പം തന്നെ നടത്തി, ഞങ്ങളുടെ ജഡ്ജ്മെന്റ് എളുപ്പം നടത്തി സ്വർഗത്തിലോ നരകത്തിലോ എവിടെയാണോ ഞങ്ങളെ പറഞ്ഞേക്കേണ്ടത് അങ്ങനെ പറഞ്ഞേക്കാൻ ധൃതി കൂട്ടണമെന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്ന് മനുഷ്യൻ നിലവിളിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രവാചകന്മാരെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ഘട്ടത്തിൽ 7 വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തണല് കൊടുക്കും. അങ്ങനെയുള്ള വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണ്? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാലത്ത് ഐനാഹു. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒറ്റക്കിരുന്ന് ആരും കാണാതെ ഒഴിഞ്ഞിരുന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർമ്മിക്കുകയും വഫാലത്ത് ഐനാഹു, അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മ കാരണം, നരകത്തെ കുറിച്ചുള്ള ചിന്ത കാരണം, നാളെ എന്താണ് എനിക്ക് സംഭവിക്കുക എന്നതിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ എന്നോർത്ത് വിലപിച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഈ രൂപത്തിൽ തണൽ ലഭിക്കുന്ന ഒരു മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുക എന്നത് സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കാരണത്താൽ തന്നെ പറയുകയുണ്ടായി, മനിസ്തതാഅ മിൻകും അൻ യബ്കിയ ഫൽയബ്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക നിമിത്തം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നമ്മൾ എത്തിപ്പെടുമോ എന്ന ഭയം കാരണം കരയാൻ സാധിക്കുകയാണ് എങ്കിൽ കരഞ്ഞുകൊള്ളട്ടെ. ഇനി ആർക്കെങ്കിലും കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ കരച്ചിലുണ്ടാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആകട്ടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ കരയാൻ പറ്റുന്നവർ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊള്ളട്ടെ, അല്ലാത്തവർ കരച്ചിലുണ്ടാക്കിയാലും ശരി അത് നിങ്ങൾക്ക് ഉപകാരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫവല്ലദീ നഫ്സീ ബിയദിഹി, ആരുടെ ഹസ്തത്തിലാണോ എന്റെ ആത്മാവുള്ള അങ്ങനെയുള്ള അല്ലാഹുവാണ് സത്യം. ലൗ യഅലമുൽ ഇൽമ, എന്താണ് യഥാർത്ഥ ജ്ഞാനം, മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് അവന്റെ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശബ്ദമില്ലാതായിത്തീരുന്നവരെ നിങ്ങൾ അട്ടഹസിച്ച് കരഞ്ഞ് കരഞ്ഞ് വിലപിച്ച് വിലപിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. നിങ്ങളുടെ മുതുകല്ല് പൊട്ടിപ്പോകുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നമസ്കരിക്കുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഇത്തരം അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലിന്റെ സദസ്സിലിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള അധ്യാപനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ അത് മറന്നു
മറന്നു. ഞാൻ എന്റെ ഭാര്യയുമായി കളിതമാശയിലും വിനോദത്തിലും ഏർപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു മുനാഫിഖാണ്. റസൂലിന്റെ സദസ്സിൽ വെച്ച് നരകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ കരയുകയും സ്വന്തം വീട്ടില് ഭാര്യയെ കാണുമ്പോൾ അത് മറക്കുകയും ചെയ്യുന്ന ഞാനൊരു മുനാഫിഖാണ് എന്ന് എനിക്ക് തോന്നുകയും, എന്നിട്ട് ഹൻദല ഇതാ മുനാഫിഖായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി പുറത്തേക്ക് ഓടുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലം യുനാഫിഖ ഹൻദല, ഹൻദല മുനാഫിഖായിട്ടില്ല. പക്ഷെ അദ്ദേഹം നിർത്തിയില്ല, റസൂലിന്റെ സന്നിധിയിൽ പോയി. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായിരിക്കുന്നു. റസൂൽ ചോദിച്ചു, എന്താണ് സംഭവിച്ചത് ഹൻദല? ഹൻദല പറഞ്ഞു, ഞാൻ താങ്കളുടെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഞാനത് മറന്നു. ഞാൻ എന്നിട്ട് കളിതമാശകളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടു. റസൂലിന്റെ മറുപടി, ഹൻദല നീ പേടിക്കണ്ട, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ പേടിക്കണ്ട. ലം യുനാഫിഖ് ഹൻദല, നീ ഒരിക്കലും തന്നെ മുനാഫിഖായിട്ടില്ല. യാ ഹൻദലതു ലൗ അന്നകും കുൻതുൻ അബദൻ അലാ തിൽകൽ ഹാല. ഹൻദല നീ ഒന്നറിയണം, നിങ്ങൾ എപ്പോഴും തന്നെ അല്ലാഹുവിനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുക്കെ നിങ്ങളെങ്കിൽ ലസാഫഹ്തുമുൽ മലായിക, മലക്കുകൾ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹസ്തദാനം തരുമായിരുന്നു. ഫിത്തരീഖ്, നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ മലക്കുകൾ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹസ്തദാനം തരുമായിരുന്നു. വഅലാ ഫിറാഷിക്കും, നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ വിരിപ്പിടത്തിൽ വരെ മലക്കുകൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹസ്തദാനം തരുമായിരുന്നു. വലാകിൻ യാ ഹൻദല സഅതും വസഅ, പക്ഷേ ഹൻദല നീ അറിയണം, മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ അവൻ കരയും, ചിലപ്പോൾ അവൻ കരയാതിരിക്കും. കാരണം സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ഒരു നിമിഷമെങ്കിലും കണ്ണീർ പൊഴിക്കാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതൻ ഒരിക്കൽ പറയുകയാണ്, മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേട്ടു. വല്ലാഹി ലഖദ് റഅയ്തു അസ്ഹാബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവാണേ ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ കണ്ടിട്ടുണ്ട്. വമാ അറൽ യൗമ ശൈഅൻ യുശ്ബിഹുഹും, അവരോട് സാദൃശ്യമുള്ള ആളുകളെ ഇന്ന് ഞാൻ കാണുന്നില്ല. കാനൂ, കാരണം റസൂലിന്റെ സഹാബാക്കൾ യുസ്ബിഹൂന ശുബ്സൻ ഉബ്റൻ സുഫ്റൻ, അവരെ അവരുടെ തല മുടി പാറിക്കളിക്കുന്നവരും, ഉബ്റൻ പൊടിപുരണ്ട മുഖത്തിന്റെ ഉടമകളും, സുഫ്റൻ അള്ളാഹുവിനെ കുറിച്ച് ഭയന്നാലോചിച്ച് ശരീരം മഞ്ഞവർണ്ണത്തിലുള്ളവരുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖദ് ബാതു ലില്ലാഹി സുജ്ജദൻ വഖിയാമ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സുജൂദ് ചെയ്തിട്ടും നിന്നിട്ടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്തിരുന്നു. യുറാദിഹൂന ബൈന അഖ്ദാമിഹിം വജിബാഹിഹിം, അങ്ങനെ ഗ്രന്ഥത്തിൽ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നിന്നിട്ട് ചിലപ്പോൾ സുജൂദിലായിരിക്കും അവർ. വകാനു ഇദാ ദക്കറുല്ലാഹ മാദൂ കമാ യമീദു ശജറു ഫീ യൗമിദ്ദീൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ കാറ്റിൽ മരമാടിക്കളിക്കുന്നത് പോലെ ഭയന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നവരായിരുന്നു അവർ. വഹമലത് അയ്യുനുഹും ഹത്താ തബുല്ല സിയാബുഹും, അവരുടെ വസ്ത്രങ്ങൾ നനയുന്നത് വരെ അവരുടെ കണ്ണുനീരുകൾ ധാരധാരിയായി ഒഴുകുന്നവരായിരുന്നു അവർ. വകാനുൽ ഖൗമ ബാതു ഗാഫിലീന, എന്നാൽ വകഅന്നൽ ഖൗമ ബാതു ഗാഫിലീന, ഇന്നത്തെ ജനം ഇതൊന്നും ആലോചിക്കുന്നില്ല എന്ന് മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു കുണ്ഠിതപ്പെടുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വഭാവത്തിൽ മുൻഗാമികൾ ജീവിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒരു നിമിഷമെങ്കിലും കണ്ണീര് പൊഴിക്കാനുള്ള സന്ദർഭമാക്കി ഈ റമദാനെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.